യെച്ചൂരി എന്ന രക്തനക്ഷത്രം ഇനി നിത്യതാരകം. ലാൽ സലാം ഡിയർ സീതാറാം യെച്ചൂരി. സീതാറാം യെച്ചൂരിക്ക് വിട ചൊല്ലുകയാണ് രാജ്യം. യെച്ചൂരിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തുടങ്ങിയിരിക്കുന്നു. AKG ഭവൻ മുതൽ 14 അശോക റോഡ് വരെയാണ് വിലാപയാത്ര. ശേഷം മൃതദേഹം വൈദ്യപഠനത്തിനായി ദില്ലി എയിംസിന് കൈമാറും. ദില്ലിയിൽ നിന്ന് ആർ ശ്രീജിത്തും നോബൽ മാരിക്കാരനുമാണ് നമുക്ക് വിവരങ്ങൾ തത്സമയം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആർ ശ്രീജിത്ത്, സീതാറാം യെച്ചൂരി ഇല്ലാത്ത ദില്ലിയും സീതാറാം യെച്ചൂരി ഇല്ലാത്ത ഇന്ത്യൻ രാഷ്ട്രീയവും ഒരു യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ എവിടെയെത്തി? സുജിയ, സീതാറാം യെച്ചൂരിയുടെ വിയോഗം സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര ഇപ്പോൾ അവസാനിച്ചു. അശോക റോഡ് ഫോർട്ടിൽ അവസാനിച്ച വിലാപയാത്രയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എയിംസിന് കൈമാറുന്നതിനായി ആംബുലൻസിൽ എയിംസിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ ഒപ്പം ഈ പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമാണ് ഈ മൃതദേഹം കൈമാറുന്ന ചടങ്ങിലേക്കായി ഉള്ളത്. ബാക്കിയെല്ലാം വിലാപയാത്ര അവസാനിച്ചിരിക്കുന്നു. അശോക് ഭവൻ മുതൽ AKG ഭവൻ മുതൽ അശോക റോഡ് 14 വരെ 3 കിലോമീറ്റർ ആയിരുന്നു വിലാപയാത്ര നടന്നിരുന്നത്. ഇത് നേരത്തെ ഇപ്പോഴത്തെ CPIഎമ്മിൻ്റെ ആസ്ഥാനമായ AKG ഭവൻ മുതൽ അശോക റോഡ് 14 നേരത്തെ CPIഎമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നവരെ 84 മുതൽ CPIഎമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായി സീതാറാം യെച്ചൂരി പ്രവർത്തനം തുടങ്ങുമ്പോൾ ഈ അശോക റോഡ് 14 CPIഎമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രവർത്തനം നടന്ന സ്ഥലം. ആ ഓർമ്മ പുതുക്കിയാണ് ഇപ്പോഴത്തെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ നിന്ന് അശോക റോഡ് 14 വരെയുള്ള 3 കിലോമീറ്റർ വിലാപയാത്ര നടന്നത്. നൂറുകണക്കിന് CPIഎമ്മിൻ്റെ പ്രവർത്തകരും ഇടതുപക്ഷ പ്രവർത്തകരും അണിനിരന്ന വിലാപയാത്ര അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന നോബൽ